പറവൂർ മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുഖ്യന്റെ തള്ളും മുങ്ങുന്ന കപ്പലും എന്ന പേരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സർക്കാരിന്റെ വിവിധ നയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്ത പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു. ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നമ്പൂരി അച്ഛനാലിന് സമീപം ചേർന്ന പ്രതിഷേധത്തിൽ നിരവധി UDF നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തു. പറവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്പൂരി അച്ഛൻ ആലിന് സമീപം മുഖ്യന്റെ തള്ളും മുങ്ങുന്ന കപ്പലും എന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു. 5 രൂപയുടെയും 10 രൂപയുടെയും ചീട്ടെടുത്തുകൊണ്ട് സർക്കാർ ആശുപത്രിയിൽ പോയി മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഡോക്ടറെ കണ്ട് ആ കുറിപ്പടി വിശ്വസിച്ചുകൊണ്ട് ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങുമ്പോൾ ഇത് കഴിക്കുമ്പോൾ എന്റെ രോഗം മാറുമെന്നുള്ള വിശ്വാസം, അങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് കാലാവധി കഴിഞ്ഞ മരുന്ന് തീറ്റിച്ച നരാധമ സർക്കാരിന്റെ പേര് പിണറായി വിജയൻ. ഈ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് എത്ര തള്ളിയാലും ജനങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. 1,05,00,000 ആഡംബര വാഹനത്തിൽ സഞ്ചരിക്കുന്ന കക്കൂസും 360 ഡിഗ്രി തിരിയുന്ന കസേരയും ഒക്കെ ആയിട്ട് ഈ മ്യൂസിയത്തിലേക്കുള്ള യാത്ര നടത്തിയപ്പോ ആളുകൾ എത്ര പേര് കണ്ടു? പൊതുജനങ്ങൾ ആരും പോയില്ല. നിർബന്ധിച്ച് ഹരിതകർമ്മ സേനക്കാര്, കുടുംബശ്രീക്കാര്, അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികള്, സ്കൂളിലെ കുട്ടികളെ, സർക്കാർ സ്കൂളിലെ കുട്ടികളെ AEOയുടെയും DEOയുടെ ഉത്തരവ് പ്രകാരം പെരുവഴിയിൽ നിർത്തി ടാറ്റ കൊടുപ്പിച്ചു. ഇതും കൂടാതെ ആശാവർക്കർമാരെ കൊണ്ടുപോയി നിർത്തി. ഈ ആശാവർക്കർമാർക്കുള്ള സമ്മാനമാണ് 266 ദിവസം പൊതുവഴിയിൽ പെരുമഴയും വെയിലും മഞ്ഞും കൊണ്ട് സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് അവരെ നയിപ്പിച്ചു. ലോകത്തെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ന്യൂയോർക്കിന് സമമായിട്ടുള്ള റോഡുകൾ കെട്ടിപ്പൊക്കി എന്ന് പറഞ്ഞു. ദേശീയപാത 154 സ്ഥലത്ത് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് ഒലിച്ച് കണ്ടെത്തിപ്പോയത് ഒറ്റ മഴയ്ക്ക്. കൊച്ചിയിലെ P&D കോളനിക്കാർക്ക് പണിതുയർത്തിയ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ മുറ്റത്ത് കക്കൂസ് മാലിന്യം നിറഞ്ഞൊഴുകുക. ആകെ നടപ്പാക്കിയ ഒരു പദ്ധതി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളത്തിൽ 1ാം സ്ഥാനത്താണെന്നാണ് ഇവർ പറയുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഡെന്നി തോമസ് അധ്യക്ഷത വഹിച്ചു. UDF പറവൂർ നിയോജക മണ്ഡലം ചെയർമാൻ രഞ്ജിത്ത് PS, പറവൂർ നഗരസഭ അധ്യക്ഷൻ രമേശ് ടി കുറുപ്പ്, വൈസ് ചെയർപേഴ്സൺ ലൈജി ബിജു, D രാജകുമാർ, MA നസീർ, സുദർശനൻ, ശ്രീജിത്ത് മനോഹർ, റിബിൻ റഹ്മാൻ, PV ഏലിയാസ്, ബീന ശശിധരൻ, പ്രദീപ് തോപ്പിൽ, ജോസ് മാളിയക്കൽ, വിപിൻ ദാസ്, പ്രിൻസൻ തോമസ്, പൗലോസ് വടക്കഞ്ചേരി, സുധീർ കാഞ്ഞിരപ്പറമ്പിൽ, നടരാജൻ നീണ്ടൂർ, ജലജ രവീന്ദ്രൻ, ഗീതാ ബാബു, ലിജി ലൈഘോഷ, വിനോദ് നെല്ലിപ്പള്ളി, സാബു നീണ്ടൂർ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. വലിയ വില കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിത്യോപയോഗ സാധനങ്ങൾ എല്ലാവർക്കും വില കൂടി നമ്മളൊക്കെ പൊറുതി മുട്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ മുട്ടുസൂചിക്കും വിലയുണ്ട്. ന്യൂസ് ബ്യൂറോ പറവൂർ. നമ്മുടെ നോർത്ത് പറവൂർ വെറും 5200 സ്റ്റീൽ അലമാര വാങ്ങാൻ പറ്റും കേട്ടോ. ഇവിടെ സിറ്റ് ഔട്ട് ബെഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് വെറും 5800 തുടങ്ങിയാണ് കേട്ടോ. ഇവിടെ കട്ടിൽ, ബെഡ്, പില്ലോ അടക്കം വെറും 4900 മാത്രമേ ഉള്ളൂ കേട്ടോ. നോർത്ത് പറവൂർ പറയാട് ഗുരുതിപ്പാടൻ ടെമ്പിളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളത്തുങ്കൽ ഫർണിച്ചർ ആണ്